Good morning. Morning, കേൾക്കുന്നുണ്ടോ? Okay. Yes. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പെർഫോമൻസ് അപ്രീഷിയേറ്റ് വരെയല്ലേ എടുത്തത്. നെക്സ്റ്റ് മോട്ടിവേഷൻ. The goal of the individuals and the organization can be attained through the pursuing works towards the productive performance, called motivation process. It attracts and begins actions and also acts as factor in the continuation of activity until objectives have been attained. എന്താണ് മോട്ടിവേഷൻസ് എന്ന് പറയുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മൾ മോട്ടിവേഷൻസ് കൊടുക്കുന്നത് ഒരു കമ്പനിയില്? എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഇൻഡിവിജ്വൽസിന്റെയോ എംപ്ലോയീസിന്റെയോ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ എങ്ങനെയുള്ള ഒരു വർക്കായിരിക്കണം അവർ കാഴ്ചവെക്കേണ്ടത്? പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, ഉത്പാദനപരമായിട്ടുള്ള അല്ലെങ്കിൽ ഉത്പാദനക്ഷമത ഉയർത്തുന്ന തരത്തിലുള്ള പ്രകടനമായിരിക്കണം ഓരോ എംപ്ലോയീസും കാഴ്ചവെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അവർ കുറച്ച് മോട്ടിവേഷൻസ് കൊടുക്കേണ്ട ആവശ്യമാണ്, അല്ലെങ്കിൽ കുറച്ച് പ്രചോദനം കൊടുക്കേണ്ട സിറ്റുവേഷൻസ് ആണ്. കാരണം നമ്മൾ മോട്ടിവേഷൻ കൊടുത്താൽ മാത്രമേ ഒരു ഓർഗനൈസേഷന് അച്ചീവ് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരിൽ നിന്നുണ്ടാകുള്ളൂ? എംപ്ലോയീസിൽ നിന്നുണ്ടാകുള്ളൂ, അല്ലെ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോട്ടിവേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ എംപ്ലോയീസ് കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ കമ്പനീസ് എന്താണ് അവർക്ക് കൂടുതൽ പ്രചോദനം കൊടുക്കുന്നതിനായിട്ട് നിരവധി പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് മോട്ടിവേഷൻ പ്രോസസ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. It attracts and begins actions and also acts as a factor in continuation of activity until objectives have been attained. എന്താ പറയുന്നത്? അപ്പോ ഈ മോട്ടിവേഷൻ കൊടുക്കുന്നത് വഴി എന്താണ് ആൾക്കാർക്ക് ആ കമ്പനിയുമായി അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനോട് എന്താണ് അവർക്ക് അട്രാക്ഷൻ തോന്നും, അല്ലെ? ഇപ്പൊ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ജോലി സ്ഥലത്ത് നമ്മൾ ജോലിക്ക് കയറുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് എന്താണ്? നമുക്കറിയാം, നമ്മുടെ സാലറി തന്നെയാണ്, അല്ലെ? സാലറി പാക്കേജസ്, അലവൻസസുകൾ, മറ്റ് ബോണസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളെ അട്രാക്ട് ചെയ്യുന്നത്. അത് തന്നെയാണ് മോട്ടിവേഷൻസ് കൊടുക്കുന്ന കുറച്ച് പ്രൊഡക്ട്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ മോട്ടിവേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് എന്താണ് അവർക്ക് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം ആർക്ക് കൂടുന്നു? എംപ്ലോയീസിന് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. എന്താണ് ഇനി നമ്മൾ നോക്കേണ്ടത്? ഒബ്ജക്റ്റീവ് ഓഫ് മോട്ടിവേഷൻ. എന്താണ് ഒരു മോട്ടിവേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? It is the purpose of motivation to create conditions in which people are willing to work with passion, initiative, interest, and enthusiasm with a high personal and group moral satisfaction, with a sense of responsibility, loyalty, and discipline, and with pride and confidence in a most coherent manner. So that is the goal of an organization and attained effectively. Motivation techniques are to pursue employee growth. അപ്പോൾ ഇതിന്റെ പ്രധാന ലക്ഷ്യം, എംപ്ലോയീസിന് നമ്മൾ മോട്ടിവേഷൻ കൊടുക്കുക എന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമുക്കറിയാം, ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എംപ്ലോയീസിന് ഇത്തരത്തിലുള്ള മോട്ടിവേഷൻസ് കൊടുക്കുന്നത്. ഇതിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ ഓരോ എംപ്ലോയീസിന് ലഭിക്കുന്നുണ്ട്? എന്തൊക്കെ അവർ വില്ലിങ് ആവും? എന്തിനോടൊക്കെ അവർ വില്ലിങ് ആവും? ഒരു പാഷനേറ്റ് ആയിട്ട് ആ ജോലിയിൽ വർക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കും. ദെൻ ഇനീഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വരാനായിട്ട് തുടങ്ങും, അല്ലെ? ദെൻ ഇൻട്രസ്റ്റ് ആൻഡ് എൻത്യൂസിയാസം എന്ന് പറയുന്നത് എന്താണ്? അത്യാവശ്യം നല്ല ധാർമ്മികത ഉണ്ടാവും. അതേപോലെ തന്നെ എന്താണ് അവർക്കൊരു
താല്പര്യം ഉണ്ടാവും ആ ഒരു വർക്ക് ചെയ്യാനായിട്ട്. മോട്ടിവേഷൻ കൊടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഇത്തരം ബോണസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ആ വർക്ക് ചെയ്യാനായിട്ട് ഒരു താല്പര്യം തോന്നില്ലേ. പിന്നെ വിത്ത് ഹൈ പേഴ്സണൽ ആൻഡ് ഗ്രൂപ്പ് മോറൽ സാറ്റിസ്ഫാക്ഷൻ. പിന്നെ എന്താ പറയുന്നത്, ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയും അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടുള്ള രീതിയിൽ ധാർമ്മികതയോടുകൂടി വർക്ക് ചെയ്യാനായിട്ട് അവർക്കൊരു പേഴ്സണൽ ആയിട്ട് അവർക്കൊരു ഒരു പ്രചോദനം കിട്ടുകയാണ്. Then with a sense of responsibility, എനിക്ക് ഇത്ര ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ അല്ല ഒരു ഉത്തരവാദിത്ത ബോധം അവർക്ക് ഉണ്ടാക്കി ഇത് ചെയ്തു തീർക്കണം, ചെയ്തു തീർത്താൽ എനിക്ക് ഇത്ര ബെനിഫിറ്റ്സ് ഉണ്ടാകും എന്ന ബോധത്തോടു കൂടി അവർ എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. ഓക്കെ. Then loyalty and discipline and with pride and confidence in a most concurrent manner. Loyalty and discipline. എന്താണ് loyalty and discipline എന്ന് പറയുന്നത്? Loyalty and discipline. അതായത് അച്ചടക്കത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും എന്താണ് ആത്മവിശ്വാസത്തോടു കൂടിയും ഓരോ വർക്കേഴ്സിന് അല്ലെങ്കിൽ ഓരോ എംപ്ലോയീസിന് ആ ഒരു ഓർഗനൈസേഷനിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് അതായത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് കാഴ്ചവെക്കാനായിട്ട് മോട്ടിവേഷൻസിലൂടെ ഓരോ എംപ്ലോയീസിനും സാധിക്കും. ഓക്കെ. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നതാണ് മോട്ടിവേഷൻ ടെക്നിക്സ് ആർ ടു പെർസ്യൂഡ് എംപ്ലോയീസ് ഗ്രോത്ത്. അതായത് ജീവനക്കാരുടെ വളർച്ച, ഓരോ എംപ്ലോയീസിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ അവരെ വളർച്ചയെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് എന്ത് മോട്ടിവേഷൻസ് കൊണ്ടുള്ള പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ. യെസ്. അപ്പൊ മോട്ടിവേഷൻ കൊടുക്കേണ്ട പ്രധാന ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ അവർ വില്ലിങ് ആവുന്നുണ്ട്, അവർക്ക് നല്ല രീതിയിൽ പാഷൻ കിട്ടുന്നു, ഇനീഷ്യേറ്റീവ് എടുക്കുന്നു, ഇൻട്രസ്റ്റ് ആൻഡ് എൻത്യൂസിയാസം ഉണ്ടാവുന്നു, ഹൈ പേഴ്സണൽ ആൻഡ് ഗ്രോത്ത് മോറൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും, സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ലോയൽറ്റി ആൻഡ് ഡിസിപ്ലിൻ. ഓക്കെ. അപ്പോ എന്ത് കൊടുക്കുന്നതിലൂടെയാണ് എംപ്ലോയീസിന് ഇത്തരം കാര്യങ്ങൾ ലഭ്യമാകുന്നത്? ഇത്തരം കാര്യങ്ങൾ വളർന്നു വരാനുള്ള കാരണം എന്താണ്? മോട്ടിവേഷൻ കൊടുക്കുന്നതിലൂടെ അല്ലെ, നമ്മള് പ്രചോദനം കൊടുക്കുന്നത് കൂടിയാണ് എംപ്ലോയീസിന് ആ ഒരു തന്റെ ജോലിയിൽ ഏറ്റവും കൂടുതൽ ഒരു താല്പര്യം കാണിച്ചുകൊണ്ട് എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. പറഞ്ഞത് മനസ്സിലായോ? എന്താണ് മോട്ടിവേഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. The goals of the individuals and organization can be attained through a pursuit involves toward productive performance called motivational process. ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അതായത് ഓരോ എംപ്ലോയീസിനെയും മികച്ച തൊഴിൽ കാഴ്ചവെക്കുന്നതിനായിട്ട് എംപ്ലോയീസിന് നമ്മൾ കൊടുക്കുന്ന, അതായത് ഒരു സ്ഥാപനത്തിൽ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി എംപ്ലോയീസിന് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ്. അതായത് ഗോൾസ് അച്ചീവ് അല്ലെങ്കിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ എംപ്ലോയീസിന് കൊടുക്കുന്ന പ്രചോദനമാണ് മോട്ടിവേഷൻസ്. ഓക്കെ. ഇത് പല രീതിയിലാണ് അല്ലെ, ബോണസ് ആയിട്ട്, സാലറി വേജസ് ആയിട്ട്, സാലറി പാക്കേജസ് ആയിട്ട്, അലവൻസസ് ആയിട്ട്, അങ്ങനെ പല രീതിയിൽ റിവാർഡുകൾ കൊടുത്താണ് നമുക്ക് അവർ എന്ത് കൊടുക്കുന്നത്, മോട്ടിവേഷൻ കൊടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് എന്തിനുള്ള ഒരു താല്പര്യം കൂടും, ആ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും ഇൻട്രസ്റ്റഡ് ആയിട്ടും ഇനീഷ്യേറ്റീവ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് എന്താണ് താല്പര്യം ഉണ്ടായിരിക്കും. ഓക്കെ. ഇപ്പൊ നമ്മുടെ മാനേജ്മെന്റ് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ. മാനേജ്മെന്റ് ടെക്നിക് ഡിസൈൻ ടു ഇൻക്രീസ് മോട്ടിവേഷൻ. ഇപ്പൊ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ മാനേജ്മെന്റ് എന്താണ് എംപ്ലോയീസിന്റെ ആ മോട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനായിട്ട് അല്ലെങ്കിൽ അവർക്ക് പ്രചോദനം കൂടുതൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് മാനേജ്മെന്റ് മോട്ടിവേഷൻ കൊടുക്കുന്നത്. രണ്ട് രീതിയിൽ. അതിൽ എന്താണ്, ഒന്ന് ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ഉണ്ട്, നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് എന്താണെന്ന് നോക്കുമ്പോൾ കമ്പനി കൊടുക്കുന്ന മോട്ടിവേഷൻ ടെക്നിക്സുകളാണ് കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്, ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ്. എന്താണ് ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ്? Such motivations is linked directly or indirectly with money, wages and salary, bonuses, profit sharing, leave with pay, medical reimbursement, etc. ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് എന്താണ്, സാമ്പത്തിക പ്രേരണകൾ കൊടുക്കും അല്ലെ. സാമ്പത്തിക പ്രേരണകൾ കൊടുക്കുന്നതിനാണ്, അതും ഒരു മോട്ടിവേഷൻ ടെക്നിക്കാണ്. എന്തൊക്കെയാണ് സാമ്പത്തിക പ്രേരണകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമുക്ക് ഡയറക്ട്ലി ഇൻഡയറക്ട്ലിയും അത്
നമുക്ക് ഓരോ എംപ്ലോയീസിനെ നമുക്കത് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ട് എന്ത് കൊടുത്തിട്ടാണ് ഈ ഒരു പ്രേരണ എംപ്ലോയീസിലേക്ക് നമ്മൾ കൊടുക്കുന്നത്? മണി അല്ലെ? മണി എന്താണ്? പണം. അതായത് വേജസ് കൂട്ടി കൊടുക്കാം, അല്ലെങ്കിൽ സാലറീസിൽ ഉണ്ടാവുന്ന ആ ചേഞ്ചസുകള്, ബോണസ്, പ്രോഫിറ്റുകള്, ലീവ് വിത്ത് പേ. ലീവ് വിത്ത് പേ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീവ് വിത്ത് പേ, ലീവ് വിത്ത് പേ, ശമ്പളത്തോട് കൂടിയുള്ള അവധി അല്ലെ? അവധി എടുത്താലും എന്താണ്? ശമ്പളം നമുക്ക് കട്ട് ചെയ്യുന്നില്ല. യെസ്, പേയ്മെന്റിനോട് കൂടിയുള്ള അവധിയാണ് എന്ത്? ലീവ് വിത്ത് പേ എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ എന്താണ്? നമുക്കത് മോട്ടിവേഷൻ ആണ്, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യമുണ്ട്. പിന്നെ മെഡിക്കൽ റീഫ്രഷ്മെന്റ് എക്സെട്ര. എന്താണ് മെഡിക്കൽ റീഫ്രഷ്മെന്റ്? മെഡിക്കൽ റീഫ്രഷ്മെന്റ് എക്സെട്ര അതെന്തൊക്കെ വരും? മെഡിക്കൽ ഫെസിലിറ്റീസ്, നമ്മുടെ ഇൻഷുറൻസ് ക്ലൈംസ് തുടങ്ങിയ ISA തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൂടി അതൊക്കെ ഫിനാൻഷ്യലി പ്രേരണകളാണ്, ഫിനാൻഷ്യലി കൊടുക്കുന്ന മോട്ടിവേഷൻ ആണ്. അപ്പൊ SPF അതൊക്കെ ഇതിൽ വരും, ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഓരോ എംപ്ലോയീസിനെ സ്വാധീനിക്കാനായിട്ട് കഴിയും. ഏറ്റവും അത്യാവശ്യം നമുക്ക് ഇത്തരം കാര്യങ്ങളാണ്. പണമാണ് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാമ്പത്തിക പ്രേരണ കൊടുത്താൽ എന്താണ്? ആ ജോലി ചെയ്യാനും അവിടെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനും റെസ്പോൺസിബിലിറ്റിയോട് കൂടി അവിടെ ആ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആർക്കുണ്ടായിരിക്കും? എംപ്ലോയീസിന് നമ്മൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എന്ത് കൊടുക്കുന്നതിനോടുകൂടി? ഫിനാൻഷ്യൽ മോട്ടിവേഷൻസ് കൊടുക്കുന്നത് കൂടി, അതായത് നമ്മുടെ വേജസ്, സാലറി, ബോണസസ് തുടങ്ങിയ മുതലായവ കൊടുക്കുന്നത് വഴി നമുക്ക് ഫിനാൻഷ്യലി അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് മനസ്സിലായോ? ആദ്യത്തെ ടെക്നിക്ക് ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ്. എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞത് സാമ്പത്തിക പ്രേരണകളായിരുന്നു. ഇതെന്താണ്? നോൺ ഫിനാൻഷ്യൽ. നോൺ ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ആണോ? അല്ല അല്ലെ? അത് മറ്റു രീതിയിലുള്ള പ്രോസസ്സുകളാണ് അല്ലെ? അതർ റിവാർഡ്സുകൾ കൊടുത്തുകൊണ്ട്, അതായത് ദീസ് മോട്ടിവേറ്റേഴ്സ് ആർ ലിങ്ക്ഡ് വിത്ത് മോണിറ്ററി റിവാർഡ്സ്. എന്തൊക്കെയാണ് അത്? ഒരുപാട് വരുന്നുണ്ട്. നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് രീതിയിൽ നമുക്ക് അവരെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് വൺ, അപ്രീഷ്യൽ പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ്. എന്ത് കൊടുക്കാം? അപ്രീഷ്യൽ പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ്. ഓരോ എംപ്ലോയീസിന്റെയും പ്രകടനം വിലയിരുത്തിക്കൊണ്ട് നമുക്ക് അവർക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും? പ്രശംസ കൊടുക്കാൻ പറ്റും, അല്ലെ? കോംപ്ലിമെന്റ്സ് കൊടുക്കാൻ പറ്റും. അതൊരു മോട്ടിവേഷൻ ടെക്നിക്ക് അല്ലേ? ഒരു പ്രാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ ആളെ ഒരു പൊതുമധ്യത്തിൽ നമ്മൾ അതിനെ ആളെ റെക്കഗ്നൈസ് ചെയ്യുക, അല്ലെങ്കിൽ അംഗീകാരം കൊടുത്തുകൊണ്ട് എന്താണ് ആൾക്ക് വേണ്ട റിവാർഡ്സുകൾ അല്ലെങ്കിൽ കോംപ്ലിമെന്റ്സുകൾ കൊടുക്കും. അതൊരു മോട്ടിവേഷൻ ആണ്. അപ്പൊ ആ ജോലിയിൽ വർക്ക് ചെയ്യാനും പിന്നീട് ഇതേ അവസരം തന്നെ ഇതേ പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് അയാൾക്ക് പിന്നെയും തോന്നും. ഓക്കെ, അടുത്തത് എന്താണ്? സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ്. സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ്. A management often satisfies these needs by establishing status symbols and distinction in the organization by supplying costly furniture, carpets on floor, pictures on the wall, a personal assistant, etc. ഇനി നമ്മൾ പ്രചോദനം, മോട്ടിവേഷൻ കൊടുക്കാനുള്ള മറ്റൊരു ടെക്നിക്കാണ്, ഒരു മാനേജ്മെന്റ് കൊടുക്കുന്ന മറ്റൊരു ടെക്നിക്കാണ് നമ്മുടെ സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ് ഡെവലപ്പ് ചെയ്യുക. ഒരാൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് നല്ല രീതിയിലുള്ള സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ലൊരു സ്റ്റാൻഡേർഡ് വർക്കിംഗ് ആണെന്ന് കണ്ടാൽ നമുക്ക് തോന്നും. അങ്ങനെ തോന്നണമെങ്കിൽ കമ്പനീസ് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും? സ്റ്റാറ്റസ് സിംബൽസ്. ചിലപ്പോൾ നമുക്ക് സ്റ്റാറ്റസ് സിംബൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ID കാർഡ് കൊടുക്കാം അല്ലെ? അല്ലെങ്കിൽ പിൻ ചെയ്യുന്ന ID കാർഡ്, കഴുത്തിലിടുന്ന ID കാർഡ്, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം പാൻസിലാണ് അത് ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, പിൻ ചെയ്യാൻ പറ്റുന്ന ID കാർഡ്സുകളുണ്ട്. പിന്നെ എന്താണ്? കോസ്റ്റ്ലി ആയുള്ള അവരുടെ റൂമിൽ അല്ലെങ്കിൽ അവരിയ്ക്കുന്ന ഓഫീസിനകത്ത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഫർണിച്ചേഴ്സ്, കാർപ്പറ്റ്സുകള്, പിന്നെന്താണ് പിക്ചേഴ്സുകൾ. ഇപ്പൊ എന്തെങ്കിലും മോട്ടിവേഷൻസിനെ കുറിച്ചിട്ടുള്ള കോട്ട്സ് ഒക്കെ കൊടുത്തുള്ള പിക്ചേഴ്സ് ഒക്കെ കൊടുത്ത്, പിന്നെന്താണ് കൂടെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ കൂടി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അവര് സെറ്റ് ആയി അല്ലെ? നമ്മളപ്പോ ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് തന്നെ തോന്നും. അപ്പൊ നമുക്കൊരു നല്ല സ്റ്റാറ്റസിൽ നമ്മൾ വർക്ക് ചെയ്യാണ്, പേഴ്സണൽ അസിസ്റ്റന്റ് കൂടെ നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ നമ്മൾ ആ ജോലിക്ക് പോരില്ല അല്ലെ? ഓക്കെ, അപ്പൊ നമ്മള് സാറ്റിസ്ഫൈഡ് ആവുകയാണ്. അതെന്താണ്? അതൊരു ടെക്നിക്കാണ്. അങ്ങനെ കൊടുക്കുന്നത് എന്താണ്?
അത് പെട്ടെന്നൊന്നും നമുക്ക് കൊടുക്കില്ല കേട്ടോ. നന്നായിട്ട് വർക്ക് ചെയ്ത് അത്യാവശ്യം ഒരു ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അടിപൊളി ഈ ഒരു സ്റ്റാറ്റസിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, അതൊക്കെ മോട്ടിവേഷന്റെ മറ്റൊരു തന്ത്രമാണ് മാനേജ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ അത്? നെക്സ്റ്റ് competition. Individuals are not expected to compete with one another if they feel. നമ്മൾ ഇതൊക്കെ പറയുന്നത് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ആണെന്ന് ഓർക്കണം കേട്ടോ. ഓക്കെ, competition. Individuals are not expected to compete with one another if they feel they have chances to win and satisfy their ego. ഇനി ഒരു കോമ്പറ്റീഷൻ നടക്കും അല്ലെ, എന്തായാലും നമ്മൾ ജോലി സ്ഥലത്ത് എന്തായാലും ഉണ്ടായിരിക്കും. അതായത് നമുക്ക് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കണമെങ്കിൽ മറ്റൊരാളിനേക്കാൾ നന്നായിട്ട് നമ്മൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. യെസ്, വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ് അവിടെ ശരിക്കും പറഞ്ഞാൽ ഈഗോ വർക്ക്ഔട്ട് ആവുന്നുണ്ട് അല്ലെ. ഈഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? അഹങ്കാരമാണോ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാളേക്കാൾ മുന്നിൽ എത്തിച്ചേരണം എന്നുള്ള ഒരു കോൺസെപ്റ്റിലൂടെ അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും നമ്മളവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതും അങ്ങനെ കോമ്പറ്റീഷൻ ചെയ്യാനായിട്ടുള്ള രീതിയിൽ ഇപ്പൊ ടാർഗറ്റ്സ് ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ലേ നമ്മൾ? ടാർഗറ്റ് കേട്ടിട്ടില്ലേ നിങ്ങള്? ടാർഗറ്റ് എന്താണ്? ടാർഗറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു മത്സര ബുദ്ധി തോന്നുകയാണ് അല്ലെ നമുക്ക്. അത് ശരിക്കും ഒരു മോട്ടിവേഷൻ ടെക്നിക്കാണ്. മറ്റൊരാൾക്കാൾ മുന്നിൽ നമ്മൾ അത് അച്ചീവ് ചെയ്യാൻ പറ്റണം. ആ ടാർഗറ്റ് ഇപ്പൊ 100 ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എന്നുള്ളത് വളരെ സക്സസീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു 95-ലാണ് നിൽക്കുകയാണെങ്കിൽ മറ്റൊരാൾ 98-ലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാളെ മറികടക്കാനായിട്ട് നമ്മൾ മാക്സിമം പരിശ്രമിക്കും. ഓക്കെ, 100 എത്തിക്കാനായിട്ട് നമ്മൾ മാക്സിമം പരിശ്രമിക്കും. അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഒരു കോമ്പറ്റീഷൻ, ഒരു മത്സര ബുദ്ധി നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ അവർക്ക് ഇട്ട് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതും ഒരു മോട്ടിവേഷൻ ടെക്നിക്കാണ്. അവർ ആ വർക്കില് നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ ആ ഒരു മത്സരം അവിടെ കൊടുക്കുന്നത്. ഓക്കെ, അതും മോട്ടിവേഷൻ നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? അടുത്തത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എവിടെയാണ് പഠിച്ചിരിക്കുന്നത്? ഹോസ്പിറ്റൽ വാർഡൊക്കെ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട്. ഡെലിഗേഷൻ ഓഫ് substantial amount responsibility to carry out a given task often proves to be a strong motivating force. എന്താണ് അതിലെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്? കൂട്ടുത്തരവാദിത്വം എന്നൊക്കെ വേണ്ടി നമുക്ക് പറയാം അല്ലെ. എങ്ങനെയാണ് അത് ഡെലിഗേഷൻ വരുന്നത്? ഇപ്പൊ നമ്മള് ടീം വർക്ക്സ് ഒക്കെ കൊടുക്കും അല്ലെ. അധികാരം കൈമാറുകയാണ് അല്ലെങ്കിൽ അധികാരം റെസ്പോൺസിബിലിറ്റീസ് കൂടുതൽ കൊടുക്കുകയല്ലേ നമ്മള്. ഇപ്പൊ ഒരു 10 സ്റ്റാഫുകളെ കൊടുത്തിട്ട് ഒരാള് ടീം ലീഡ് ചെയ്യാൻ പറയും. അങ്ങനെ കൊടുക്കുമ്പോ ഓരോരാളും ടീം ലീഡറായിട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആൾക്ക് അവിടെ മോട്ടിവേഷൻ ആയി അല്ലെ. ഞാൻ ഈ 10 പേരെ നയിക്കുന്ന ഒരാളാണ്, 10 പേരെ നിയന്ത്രിക്കാനായിട്ട് ഞാൻ ഒരാളാണുള്ളത്. അപ്പൊ ആളുടെ കയ്യിലാണ് പൂർണ്ണ ഉത്തരവാദിത്തം. 10 പേരെയും കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാന്നുള്ളത് ആ 11ാമത്തെ ലീഡറിന്റെയാണ് ഉത്തരവാദിത്തം അല്ലെ. അങ്ങനെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി കൊടുക്കുന്നതും എന്താണ്? മോട്ടിവേഷന്റെ മറ്റൊരു ടെക്നിക്കാണ്. അതും ഒരു പ്രചോദനമാണ്. അങ്ങനെ ഒരാളെ മാത്രമല്ല ലീഡർ ആക്കുന്നത്. പിന്നീട് ഓരോ മാസങ്ങളോ അല്ലെങ്കിൽ ആഴ്ചകളൊക്കെ കഴിയുന്നതനുസരിച്ച് ഓരോരുത്തരും നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് മാറ്റി ഓരോരുത്തർക്ക് വേണ്ടി ഉത്തരവാദിത്തം കൊടുത്തുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അതും ഒരു മോട്ടിവേഷണൽ ടെക്നിക്സ് ആണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് പാർട്ടിസിപ്പേഷൻ. It implies both the physical and mental involvement of the people in an activity, particularly in that of decision making. Participation അങ്ങനെയാണ് അത് ഒരു മോട്ടിവേഷൻ ടെക്നിക്സ് ആവുന്നത്. പാർട്ടിസിപ്പേഷൻ ഇപ്പൊ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ മെന്റലി ഫിസിക്കലിയും അവിടെ ഇൻവോൾവ് ആവേണ്ടിയിരിക്കണം അല്ലെ. ഫിസിക്കലി മെന്റലി ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ആക്ടിവിറ്റി നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നല്ലൊരു തീരുമാനം എടുക്കണമെങ്കിലും എന്ത് വേണം? നമുക്ക് നമ്മൾ 2 രീതിയിലും അവിടെ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിലും മാനസികമായും ശാരീരികമായിട്ടും എന്താണ് നമ്മുടെ പങ്കാളിത്തം അവിടെ ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. അപ്പൊ ഓരോ എംപ്ലോയീസിനെ നമ്മൾ അവർ നല്ലൊരു പാർട്ടിസിപ്പേഷൻ, അതായത് അവരുടെ ഫിസിക്കൽ മെന്റൽ ഇൻവോൾവ്മെന്റിന്
മനസ്സിലാക്കിക്കൊണ്ടാണ് ഓരോരുത്തരും നമ്മൾ ഓരോ മാനേജ്മെന്റ് സെലക്ട് ചെയ്യുന്നത്. അതായത് അവരുടെ തീരുമാനത്തിന് അല്ലെങ്കിൽ അവരുടെ ഇൻവോൾവ്മെന്റ്സിന് പ്രാധാന്യം കൊടുക്കുന്നത്, അതായത് അവരുടെ പാർട്ടിസിപ്പേഷൻ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള രീതിയിൽ അവരോട് ബിഹേവ് ചെയ്യുന്നത്. അതായത് അവരെ ഓക്കെ ആക്കും, അതായത് ഫിസിക്കലി മെന്റലി ഓക്കെ ആക്കിയിട്ടാണ് അവരെ വർക്കിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. ഓക്കെ, അത് ഓക്കെ ആക്കുന്നത് എന്തിന്റെ ടെക്നിക്കാണ്? അതൊരു മോട്ടിവേഷൻ ടെക്നിക്കാണ്. ഓക്കെ, കമ്പനിയുടെ അച്ചീവ്മെന്റ്സിന് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ അവരുടെ പാർട്ടിസിപ്പേഷൻ, ആ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായിട്ട് അവരെ ഫിസിക്കലി മെന്റലി ഇൻവോൾവ്ഡ് ആക്കുന്നത്. ഓക്കെ, യെസ്. അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് അവർക്ക് റിഫ്രഷ്മെന്റ് ടൈം ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ കുറച്ച് എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും അത്തരത്തിൽ അവരുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ഇമ്പോർട്ടന്റ് ആണ് ജോബ് എൻലാർജ്മെന്റ്. It is a process of increasing the complication of the job with a view to appealing to the higher order needs of workers. Job enlargement is a horizontal expansion of duties and tasks across the same organization level. Job enlargement. ആ പേരിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ജോബ് എൻലാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ആ ജോലി എക്സ്പാൻഡ് ചെയ്യാണ് നമ്മൾ, അല്ലേ? അതായത് ജോലി തിരശ്ചീനമായിട്ട് നമ്മൾ വിപുലീകരിക്കണം, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് നമ്മൾ അതിന്റെ ഡ്യൂട്ടീസ് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? തൊഴിൽ വിപുലീകരിക്കുകയാണ്, അല്ലെ? ഇൻക്രീസിന്റെ കോംപ്ലിക്കേഷൻസ് കൊടുത്തിട്ട്, കോംപ്ലിക്കേഷൻസ് വരുത്തിക്കൊണ്ട് എന്താണ് ജോലി പലതരത്തിൽ, അതായത് ഒരു ഡ്യൂട്ടി ഒരാൾ മാത്രമല്ല ചെയ്യേണ്ടി വരുന്നത്. എന്താണ് ആ ഡ്യൂട്ടീസ്, അതായത് പല ടാസ്കുകൾ പല രീതിയിൽ അതായത് നമ്മുടെ തൊഴില്, നമ്മൾ കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടീനെ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ ചെയ്തിരുന്നതായിരിക്കും, പക്ഷെ നമ്മൾ പലരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ, അതായത് എല്ലാവരുടെ ഇൻവോൾവ്മെന്റ്സ് അതിന്റെ അകത്തേക്ക് കൊണ്ടുവരാണ്. അപ്പൊ എന്താണ് അതിൽ എന്തെങ്കിലും വെറൈറ്റി ഒക്കെ കൊണ്ടുവന്ന, അല്ലെങ്കിൽ എന്താണ് എംപ്ലോയീസിന്റെ എൻകറേജ്മെന്റ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ജോബ് എൻലാർജ് ചെയ്യുന്ന സമയത്ത് അറിയാൻ സാധിക്കും. ഓക്കെ, അതായത് ഒരു ഡ്യൂട്ടി കൊടുക്കുന്ന സമയത്ത് ആ ഡ്യൂട്ടി പല രീതിയിലായിട്ട് വിഭജിച്ച് കൊടുക്കുന്ന പ്രക്രിയയാണ് എന്ത്? തൊഴിലിനെ നമ്മൾ പല രീതിയിൽ വിപുലീകരിക്കുന്ന പ്രക്രിയയാണ് ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? യെസ്. അപ്പോ ജോബ് റൊട്ടേഷൻ എന്താണ്? ജോബ് റൊട്ടേഷൻ, it indicates shifting of an employee from one job to another so as to reduce monotony and boredom, to increase the skill and knowledge of employee about related job is the main objective of job rotation. Job rotate ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? Job rotation, ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ. ഒരാളെ മറ്റൊരു ജോലിയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ്, അല്ലെ? അതേ ജോലിയിൽ തന്നെ തുടരാതെ മറ്റൊരു ജോലിയിലേക്ക്. അതായത് എന്തുകൊണ്ടാണ് നമ്മൾ അതേ ജോലിയിൽ തന്നെ തുടരാതെ അവരെ മാറ്റുന്നത്? കാരണം നമുക്കൊരു വിരസത വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ബോറിഡം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു താല്പര്യക്കുറവ് അല്ലെങ്കിൽ വിരസത, ഇഷ്ടമില്ലായ്മ വരാനുണ്ട്. അതേപോലെ തന്നെ മോണോട്ടണി, ഒരു ഏകതാണ്, ഒറ്റയ്ക്കാണ് താൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് തന്നെയാണ് കുറെ വർഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഇല്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യും? അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനായിട്ട് മറ്റൊരു ജോലിയിലേക്ക് അവർ നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. മറ്റൊരു ജോലി മീൻസ് അതേ ഓർഗനൈസേഷനിൽ തന്നെയാണ് എന്താണ് അവരുടെ സ്കിൽസ് ആൻഡ് നോളജ്, അത് ക്വാളിഫിക്കേഷൻസ് അനുസരിച്ചിട്ടുള്ള മറ്റൊരു റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? അവരെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് എന്ത്? ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതെന്ത് മാറുന്നു? അവർക്ക് കുറച്ചും കൂടി വ്യത്യസ്തത തോന്നും, ഇൻട്രസ്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ തോന്നും. അതും എന്താണ്? ഒരു മോട്ടിവേഷണൽ ടെക്നിക്കാണ്. ഓക്കെ, യെസ്. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റൽ എടുക്കുകയാണെങ്കിൽ, എക്സാമ്പിൾ പറയട്ടെ, ഹോസ്പിറ്റൽ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റൽ വാർഡ് എടുക്കാന്ന് വിചാരിക്കും. അവിടെ വാർഡിലെ നഴ്സുമാരെ ഇപ്പൊ എ ബ്ലോക്ക് ബി ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഒരു സിസ്റ്റർ എ ബ്ലോക്കിലാണ് വർക്ക് ചെയ്തിരുന്നത്, പക്ഷെ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ആളെന്താണ് ഷിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 2-3 മാസം ആൾ അവിടെ തന്നെയാണ്. പിന്നീട് എന്താണ് നെക്സ്റ്റ് ബ്ലോക്കിലേക്ക് ആൾ ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ എന്താണ് എല്ലാ മേഖലയിലും, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും, എല്ലാ വാർഡിലും അവർ വർക്ക് ചെയ്യാണ്, അല്ലെ? മാറ്റി കൊടുക്കുകയാണ്. ഇപ്പൊ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ പിന്നെ എന്താണ് ലേബർ പേഷ്യൻസിനെ ആയിരിക്കും നോക്കുന്നത്, ലേബർ റൂമിലായിരിക്കും ഓട്ടി പേഷ്യൻസ് ആയിരിക്കും. അങ്ങനെ മാറ്റി നമ്മൾ കൊടുക്കും. ഇതാണ് ഒരു എക്സാമ്പിൾ പറയുന്നത് കേട്ടോ, ജോബ് റൊട്ടേഷന്റെ. യെസ്, നമ്മള് ജോബ് എൻലാർജ്മെന്റ് പറഞ്ഞു,
ജോബ് റൊട്ടേഷൻ. ഇപ്പൊ ജോബ് എൻലാർജ്മെന്റ് എന്താണ്? ഡ്യൂട്ടീസ് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുക, തൊഴിൽ വിപുലീകരിച്ചു കൊടുക്കണതാണ് ജോബ് എൻലാർജ്മെന്റ്. ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് ആളെ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ജോബ് റൊട്ടേഷൻ. ഇനി ജോബ് എൻറിച്ച്മെന്റ് എന്താണ്? ജോബ് എൻറിച്ച്മെന്റ് ഒരു കാര്യം വിട്ടുപോയി, നമ്മൾ ഈ ജോബ് റൊട്ടേഷൻ ചെയ്യുന്നതോടുകൂടി അവരുടെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിക്കും. അതെ, അതായത് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും അവർക്ക്, ബോറടിക്കില്ല. അതുപോലെ തന്നെ എന്താണ്, ചെയ്യുന്ന ജോലിയിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ട് അവർക്ക് ജോബ് റൊട്ടേഷൻ ചെയ്യുന്നതിലൂടെ ചെയ്യാനും സാധിക്കും. അടുത്തത് ജോബ് എൻറിച്ച്മെന്റ്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് ചേഞ്ചിങ്, ഇംപ്രൂവിംഗ് ആസ് എ ജോബ് so that worker is likely to be more inspired. It is a vertical expansion of the roles, responsibilities, authority. Employees provided with the opportunity for greater recognition, advancement, growth and responsibility. The goal of job enrichment is not just to make the work more varied, but to turn every employee into a manager. ജോബ് എൻറിച്ച് ചെയ്യുക. എന്താണ് ജോബ് എൻറിച്ച് ചെയ്യുക എന്ന് പറയുന്നത്? ജോലി സമ്പുഷ്ടമാക്കുക എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാം. എങ്ങനെയാണത്? അതൊരു വെർട്ടിക്കൽ എക്സ്പാൻഷൻ ആണ്. എന്താണ് വെർട്ടിക്കൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്? ലംബപരമായിട്ടുള്ള ഒരു വികാസമാണ്. എങ്ങനെയാണത്? എന്തൊക്കെ കാര്യങ്ങളാണ് ജോബ് എൻറിച്ച്മെന്റിൽ മാറ്റം വരുന്നത്? Employees provided with the opportunity for greater recognition, advancement, growth and responsibility. എന്ത് കൊടുക്കുന്നു ജോബ് എൻറിച്ച് ചെയ്യുമ്പോൾ നമ്മള്? അതായത് എംപ്ലോയീസിന് മോർ ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. ഈ മൾട്ടി ടാസ്കിങ് കൊടുത്തുകൊണ്ട് എന്താണ് അവരുടെ സ്കിൽസ് അല്ലെങ്കിൽ അവരെ അതിൽ എക്സ്പേർട്ട് ആക്കി മാറ്റുക. അതായത് അവരുടെ ജോലിയിൽ തന്നെ, ഏത് ജോലിയാണോ ചെയ്യുന്നത് അവർക്ക് അതിൽ തന്നെ ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കൊടുക്കും, അല്ലെങ്കിൽ കൂടുതൽ റോൾസ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൊടുത്തുകൊണ്ട് എന്താണ് അത്രയും കൊടുക്കുമ്പോൾ എന്താണ് അവർക്ക് സംഭവിക്കുന്നത്? അവരത് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയി അവരതിൽ എക്സ്പേർട്ട് ആയി മാറുന്നു. അപ്പൊ ഓരോ ഓർഗനൈസേഷന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും അവരെ എംപ്ലോയീസ് ആയിട്ട് മാറ്റി നിർത്തുക എന്നുള്ളത് മാത്രമല്ല, ഓരോ എംപ്ലോയീസിനെയും നമ്മളൊരു മാനേജർ പദവിയിലേക്ക് മാറ്റുക എന്നുള്ളത് കൂടി അവിടെ, അതായത് ഓരോ ജീവനക്കാരെയും എന്താണ് ഒരു മാനേജറാക്കി മാറ്റുക എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ വരുന്നുണ്ട്. ഓക്കെ, അതായത് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അവർക്ക് കൂടുതൽ ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരെ ഒരു ജോലിയിൽ നിന്ന് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള ചാലഞ്ചിങ് ആക്ടിവിറ്റീസ്, മൾട്ടി ടാസ്കിങ്ങുകൾ, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൊടുത്തുകൊണ്ട് എന്താണ് അവരുടെ ശരിക്കും പറഞ്ഞൊരു പരീക്ഷണമാണ് അല്ലെ, അവരെ കൂടുതൽ എക്സ്പേർട്ട് ആക്കിയത്. അത്തരം സിറ്റുവേഷൻസ് കൊടുത്ത് എക്സ്പേർട്ട് ആക്കിക്കൊണ്ട് ഓരോ എംപ്ലോയീസിനും ഒരു മാനേജർ ആക്കി മാറ്റുക എന്നുള്ളതാണ് എന്ത് ജോബ് എൻറിച്ച്മെന്റ് എന്ന ഒരു മോട്ടിവേഷൻ ടെക്നിക്സ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ അത് ജോബ് എൻറിച്ച്മെന്റ് എന്താണെന്ന്? യെസ്. അടുത്ത ടെക്നിക്കാണ് എന്ത്? റീഇൻഫോഴ്സ്മെന്റ്. റീഇൻഫോഴ്സ്മെന്റ്. A powerful motivation tool is reinforcement. It is based on two principles. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് എന്താ? പവർഫുൾ ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ടൂൾ ആണ് എന്ത്? റീഇൻഫോഴ്സ് ചെയ്യുക. റീഇൻഫോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? റീഇൻഫോഴ്സ് ചെയ്യുക, റീഇൻഫോഴ്സ്മെന്റ് എന്ത് കൊടുക്കുക എന്നാണ് പറയുന്നത്? റീഇൻഫോഴ്സ്ഡ്. യെസ്, നമ്മുടെ ഫോഴ്സ് ചെയ്യാൻ അവരെ കൂടുതൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. അപ്പൊ ഒരു കാര്യം വില്ലിങ് ആയിട്ട് ചെയ്യാനായിട്ട് നമ്മൾ അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുക, എക്സ്ട്രാ സപ്പോർട്ട് അല്ലെങ്കിൽ എൻകറേജ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ റീഇൻഫോഴ്സ് ചെയ്ത എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് എന്ത്? റീഇൻഫോഴ്സ് ചെയ്യുക. അത് രണ്ട് പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വരുന്നത്. എന്തൊക്കെയാണ്? That behavior which seems to lead a positive consequence or reward tends to be repeated. നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്, ഇപ്പൊ ഒരു എംപ്ലോയീസ് എന്ത് കൊടുത്ത് നമുക്ക് ആളെ റീഇൻഫോഴ്സ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും? എന്ത് കൊടുത്തുകൊണ്ട് നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും ഓരോ എംപ്ലോയീസിനെ?
അതായത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അവർക്ക് പ്രധാനമായിട്ട് റിവാർഡ് കൊടുക്കുക. റിവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്രീഷിയേഴ്സ് ആണ് അല്ലെ. ഇപ്പൊ പെർഫോമൻസ് നല്ല രീതിയിൽ കാഴ്ചവെക്കുകയാണെങ്കിൽ അവർക്ക് നമ്മൾ കോംപ്ലിമെന്റ്സുകൾ കൊടുക്കും. ഓക്കെ, അത് എന്ത് ടെക്നിക്കാണ്? ഒരു റീഇൻഫോഴ്സ്മെന്റ് ടെക്നിക്കാണ്. ഇത്തരത്തിൽ അവരെ കോംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ റിവാർഡ് അല്ലെങ്കിൽ പുരസ്കാരങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ പ്രചോദിപ്പിക്കുക എന്നുള്ളത് റീഇൻഫോഴ്സ്മെന്റിന്റെ ടെക്നിക്സ് ആണ്. ഓക്കെ, യെസ്. അടുത്തത്, while behavior that seems to lead a negative consequence tends to not be repeated. ഇനി ഒരു പോസിറ്റീവ്, ഇത് നമ്മൾ പറഞ്ഞത് എന്താണ്? പോസിറ്റീവ് കോൺസിക്വൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ റിവാർഡ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുക. ഇനി നെഗറ്റീവ് കോൺസിക്വൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? അയാൾ ഒരു നെഗറ്റീവ് ബിഹേവിയർ കാണിച്ചു അല്ലെ, പിന്നീട് നമ്മൾ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട്, എന്ന് പറയുമ്പോൾ എന്താ? നെഗറ്റീവ് ആയിട്ട് കാണിച്ചാലും പിന്നീട് എന്താണ് അയാൾക്ക് എന്ത് മനസ്സിലാവും? ആ തെറ്റ് കാണിച്ചതിന് ശേഷം എന്ത് മനസ്സിലാവും ആൾക്ക്? നെഗറ്റീവ് ബിഹേവിയർ കാണിച്ചു, ആള് ഡിമോട്ട് ചെയ്യുമെന്നുള്ളൊരു ഉദ്ദേശം അല്ലെ, അയാൾക്ക് അത് മനസ്സിലാവില്ലേ? ഈ ഇത് തുടർന്നാൽ ഈ ഒരു ബിഹേവിയർ ആണ് ഇനി കാണിക്കുകയാണെങ്കിൽ എന്താണ് ആൾ അതിൽ നിന്ന് മാറ്റും എന്നുള്ളൊരു ധാരണ അയാൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വാണിംഗ് കൊടുക്കും അല്ലെ. അതാണ് എന്താ നെഗറ്റീവ് കോൺസിക്വൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്താണ്? വാണിംഗ്. അയാളുടെ പെരുമാറ്റത്തിലും മറ്റെന്തെങ്കിലും തരത്തിലുള്ള വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ കാണിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കയാളെ അതും ഒരു റീഇൻഫോഴ്സ്മെന്റ് ആണ്. അതായത് പിന്നീട് അയാളത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന അയാൾക്ക് ഒരു വാണിംഗ് കൊടുക്കുകയാണ്. അതാണ് സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പിന്നീട് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അവർക്ക് വാണിംഗ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ മിസ്റ്റേക്ക് സംഭവിച്ചോട്ടെ, മിസ്റ്റേക്ക് സംഭവിച്ചാൽ മാത്രമേ പിന്നീട് എന്താണ് നമ്മൾ അത് ചെയ്യാതിരിക്കുള്ളൂ അല്ലെ. ഇപ്പൊ തെറ്റ് സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പിന്നീട് ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. യെസ്. ദെൻ therefore ഇത് രണ്ടും കൂടിയാണ് എന്താ പറയുന്നത്? therefore it is possible to influence people's behavior only by providing the proper scheduled rewards. അപ്പൊ നമ്മള് ഈ രണ്ട് പ്രിൻസിപ്പിളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റിവാർഡ് കൊടുത്താലും എന്താണ് അവരെ സപ്പോർട്ടീവ്, അവർക്ക് കുറച്ചുകൂടി മോട്ടിവേഷൻ കിട്ടും. അതുപോലെ തന്നെ നെഗറ്റീവ് റിവാർഡ് കൊടുത്താലും എന്താണ് അതിൽ നിന്ന് അവർ കാര്യങ്ങൾ ഉൾക്കൊണ്ട് പിന്നീട് അത് റിപ്പീറ്റ് ചെയ്യാതെ നല്ല പോസിറ്റീവിലേക്ക് തന്നെ എത്തിച്ചേരുന്നു. അങ്ങനെ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ ഇതിലെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റീഇൻഫോഴ്സ്മെന്റ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? റിവാർഡ് കൊടുക്കുക. അവരുടെ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, ഓരോ എംപ്ലോയീസിന്റെ സ്വഭാവത്തെ സ്വാധീനിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഏറ്റവും കൂടുതൽ റിവാർഡുകൾ കൊടുക്കാം അല്ലെ, കോംപ്ലിമെന്റ്സുകൾ കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ സ്വാധീനിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. It is possible to influence people behavior only by providing the proper scheduled rewards. ഓക്കെ, അപ്പൊ പ്രോപ്പർലി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന റിവാർഡ്സുകൾ ആയിരിക്കുന്നതിനാൽ നമുക്ക് ശരിയായ ഷെഡ്യൂൾ ചെയ്ത പ്രകാരമുള്ള റിവാർഡ്സുകൾ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ കോംപ്ലിമെന്റ്സുകൾ കൊടുത്തുകൊണ്ട് അവരെ നമുക്ക് സ്വാധീനിക്കാനും മോട്ടിവേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, യെസ്, മനസ്സിലായോ? Then last one, quality of work life. QWL എന്ന് പറയുന്നത് QWL, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. അവിടെ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. QWL എന്താണ്? ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് ആണ്. ഇറ്റ് മീൻസ് ഡിഫറെന്റ് ടു ഡിഫറെന്റ് പേഴ്സൺസ്. ഇറ്റ് മീൻസ് opportunities for advancement, creative tasks and successful career to young entrant, flexible working hours, linked to the system. The employees are free to choose within the certain limitations at what time they begin and quit their job each day. എന്താണ് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത്? ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് പറയുന്നത് അതായത് ഞാനിതൊന്ന് ചുരുക്കി പറഞ്ഞുതരാട്ടോ. നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫും ഉണ്ട്, വർക്ക് ലൈഫും ഉണ്ട് അല്ലെ. ഒരു ജോലിക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പേഴ്സണൽ ലൈഫും വർക്ക് ലൈഫും കൂടി നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടായിരിക്കണം, പിന്നെ എന്താണ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് അങ്ങനെ രണ്ടും നടക്കണമെങ്കിൽ നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻസ് എങ്ങനെയായിരിക്കും? നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ എൻവയോൺമെന്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്തത് അല്ലെങ്കിൽ നല്ലൊരു ചുറ്റുപാടായിരിക്കും, എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഹാപ്പിനെസ് ഉണ്ടായിട്ടുള്ളൂ, സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്വാളിറ്റി ഓഫ് വർക്ക് കൊടുക്കാനും പറ്റുള്ളൂ, പേഴ്സണൽ
ലൈഫും കൂടി രണ്ടും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെന്താ പറയുന്നത്, അപ്പൊ ക്രിയേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകളായിരിക്കുള്ളൂ നമുക്ക് അതിലുണ്ടായിരിക്കും. ഇപ്പൊ നമുക്ക് ഇപ്പൊ IT ഫീൽഡൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്ക് ഇന്ന സമയം വരെയാണ് ഒരു ഷിഫ്റ്റിംഗ് ടൈം ഉണ്ട് അല്ലെ. ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് എന്ന് സൂചിക്കുന്നത് എന്തിനെയാണ്? ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് എന്തിനെയാണ്? ഫ്ലെക്സിബിൾ ഷിഫ്റ്റിംഗ് ടൈം ആണ്. അതായത് നമ്മള് ഒരു ടൈം നമുക്ക് തന്നിട്ടുണ്ടാവും. ആ ടൈമിനുള്ളിൽ നമുക്കത് ചെയ്ത് തീർത്തതിന് ശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് അല്ലെങ്കിൽ മറ്റ് എന്റർടൈൻമെന്റ്സോ നമുക്ക് റിഫ്രഷ് ചെയ്യാൻ പറ്റുന്ന മറ്റേത് ആക്ടിവിറ്റീസിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അതായത് നമ്മളുടെ എന്താ പറയുന്ന ഒരു മിനിറ്റ്. The employees are free to choose within certain limitations and what time they begin and quit their job each day. നമുക്കൊരു സ്പെസിഫിക് ടൈം ഉണ്ടായിരിക്കും. ചില ജോലികളിൽ മാത്രം ഉണ്ടായിരിക്കുള്ളൂ. ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് ആ ജോലി ചെയ്ത് തീർത്തുകൊണ്ട് നമുക്ക് നമ്മുടെ മറ്റു കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സമയം നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അതായത് ഓരോ ദിവസവും ഇത്ര പീരീഡ് മാത്രം നമ്മൾ വർക്ക് ചെയ്താൽ മതി, അങ്ങനെയുള്ള ജോലികളുണ്ട് അല്ലെ. ആ ഒരു സമയം കഴിഞ്ഞാൽ എന്താണ്, ബാക്കിയുള്ള സമയം നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എന്റർടൈൻ ചെയ്യാനായിട്ട് നമുക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്താണ് നമ്മുടെ ജോലി നമ്മുടെ പേഴ്സണൽ ലൈഫും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് നമ്മൾ സൂചിപ്പിക്കുന്നത് എന്താണ്? അപ്പോ ഇഷ്ടമുള്ള ഒരു ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് സ്പെസിഫിക് ടൈം തന്നിട്ടുണ്ടാവും. ആ ടൈം പീരീഡിനുള്ളിൽ നമ്മുടെ വർക്ക് തീർത്തുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള ടൈം നമുക്ക് ലെഷർ ടൈം ഉണ്ടായിരിക്കും. ആ ടൈമിൽ നമുക്ക് എന്താണ് എന്ത് വേണമെങ്കിലും എന്ത് ആക്ടിവിറ്റീസ് ആണെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു അവേഴ്സ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ അതാണ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ വർക്ക് ലൈഫും പേഴ്സണൽ ലൈഫും കൂടി നമുക്ക് ഒരുമിച്ച് ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ ചെയ്യുന്ന ജോലി സ്ഥലത്ത് നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കണം. അവിടെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഹാപ്പിനെസ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ മാത്രമേ രണ്ടും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് നമുക്ക് കൊടുക്കുന്നത് എന്തിന്റെ ടെക്നിക്കാണ്? മോട്ടിവേഷണൽ ടെക്നിക്കാണ് അല്ലെ. ഇത്ര സമയം വരെ നിങ്ങൾ വർക്ക് ചെയ്താൽ മതി, ബാക്കി നിങ്ങൾക്ക് ഫ്രീ ടൈം തരാണ്. ഓക്കെ, അങ്ങനെയൊക്കെ കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു മോട്ടിവേഷണൽ ടെക്നിക്ക് ആയതുകൊണ്ടാണ് അത്തരത്തില് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് എംപ്ലോയീസിന് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ചിലർക്ക് ഏത് സമയത്ത് നമുക്കിപ്പോ പഞ്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇപ്പോ സൈൻ ചെയ്തിട്ടൊക്കെ ഏത് സമയത്ത് വേണമെങ്കിലും ഇറങ്ങി പോകാൻ പറ്റും. ഓക്കെ, അതങ്ങനെ ചില ദിവസങ്ങളിൽ ചില പ്രത്യേക മാസങ്ങളൊക്കെ ആയിരിക്കും അങ്ങനത്തെ അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതും എന്താണ്? മോട്ടിവേഷണൽ ടെക്നിക്കാണ്. ഓക്കെ, മനസ്സിലായോ? നമ്മള് ഫിനാൻഷ്യൽ മോട്ടിവേഷൻസ് എന്ന് പറയുന്നത് വേജസും സാലറി ബോണസ് ഒക്കെയാണ്. അതൊക്കെയാണല്ലോ. നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് എന്തൊക്കെയാണ്? അപ്രീഷിയേറ്റ്സ് കൊടുക്കുക, പ്രസ്റ്റീജ്, അവരുടെ പെർഫോമൻസ് അപ്രീഷിയേറ്റ് കൊടുക്കുന്നവരെ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ്, അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഒരുക്കി കൊടുത്തുകൊണ്ട് അവർക്ക് സ്റ്റാൻഡേർഡ് കൊടുത്തുകൊണ്ട് നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ എംപ്ലോയീസിന്റെ ഇടയിലുള്ള ഒരു കോമ്പറ്റീഷൻ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനാണ്. അതും ഒരു മോട്ടിവേഷൻ ടെക്നിക്കാണ്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, കുറച്ച് ടീം മെമ്പേഴ്സിനെ കൊടുത്തുകൊണ്ട് അത് ലീഡ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ കൊടുക്കുന്നതും മോട്ടിവേഷൻ ടെക്നിക്സ് ആണ്. പാർട്ടിസിപ്പേഷൻ, രണ്ട് രീതിയിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തേ മതിയാവും അല്ലെ. ഫിസിക്കലി മെന്റലി ഇൻവോൾവ്മെന്റ് കൊണ്ടുവരാനായിട്ട് അവർ നല്ല രീതിയിൽ പാർട്ടിസിപ്പേഷൻസ് കൊടുക്കുന്നു. ദെൻ ജോബ് എൻലാർജ്മെന്റ്, എന്താണ്? ജോലി വിപുലീകരണം അല്ലെ. ഓരോ ടാസ്കുകളിൽ ഓരോ ഡ്യൂട്ടീസ് എന്താണ് പല രീതിയിൽ വിഭജിച്ച് കൊടുക്കുന്നതാണ് ജോബ് എൻലാർജ്മെന്റ്. ജോബ് റൊട്ടേഷൻ എന്താണ്? ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് ആളെ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ജോബ് റൊട്ടേഷൻ. ജോബ് എൻറിച്ച്മെന്റ് എന്താണ്? കൂടുതൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മൾട്ടി ടാസ്കിങ് ചാലഞ്ചിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകളൊക്കെ കൊടുത്ത് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൊടുത്ത് എന്താണ് അവരൊരു മാനേജർ പൊസിഷൻസിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ടെക്നിക്സുകൾ കൊടുത്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രോസസ് ആണ് എന്താ ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റീഇൻഫോഴ്സ്മെന്റ് എന്താണ്? അതൊരു പവർഫുൾ മോട്ടിവേഷണൽ ടൂൾ ആണ്. അതായത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമുക്ക് അവർക്ക് റീഇൻഫോഴ്സ് ചെയ്യാൻ പറ്റും. പോസിറ്റീവായിട്ട് റിവാർഡ്സുകൾ കൊടുത്തുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യാം. നെഗറ്റീവ് ബിഹേവിയർ കാണിച്ചു കഴിഞ്ഞാൽ അതിന് വാർണിംഗ്സ് കൊടുത്തുകൊണ്ടാണ് അവരെ നമുക്ക് റീഇൻഫോഴ്സ് ചെയ്യാം. ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? റിവാർഡ് കൊടുക്കുക. കൃത്യമായ പ്രോപ്പർ ഇന്റർവ്യൂസ്, പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ചെയ്യുന്ന റിവാർഡുകൾ കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്, പേഴ്സണൽ ലൈഫും വർക്ക് ലൈഫും കൂടെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് ഒക്കെ കൊടുത്ത് അവർക്ക് എന്താണ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള രീതിയിലുള്ള സിറ്റുവേഷൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നോൺ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ?
Employees morale. Morale means the feeling of enthusiasm, zeal, confidence, individuals or group that they will be able to handle the task allotted to them. Morale is a mental condition or attitude of individuals and group that determines their readiness to cooperate. Employees morale, അതായത് ജീവനക്കാരുടെ മനോവീര്യം എന്ന് പറയുന്നത് എന്താണ്? ആറ്റിറ്റ്യൂഡ് ബേസ്ഡ് ആണ് അല്ലെ. ഒരാൾക്ക് നല്ല രീതിയിൽ ഒരു മൊറയിൽ ഉണ്ടാവണമെങ്കിൽ അവിടെ ഫീലിംഗ് എങ്ങനെയായിരിക്കണം? ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് വളരെ സീലായിട്ട്, അതായത് തീക്ഷ്ണമായിട്ട്, അല്ലെങ്കിൽ വളരെ കോൺഫിഡൻസോടുകൂടി. കോൺഫിഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ആത്മവിശ്വാസത്തോടു കൂടി ഓരോ ഇൻഡിവിജ്വൽസിനും ഓരോ ടാസ്ക് കൊടുക്കുമ്പോൾ അത് വളരെ ഫ്രീ ആയിട്ടും കോൺഫിഡൻസ് ആയിട്ടും ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എംപ്ലോയീസ് മൊറയിൽ അഥവാ ജീവനക്കാരുടെ മനോവീര്യം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മെന്റൽ കണ്ടീഷൻ. അതൊരു മെന്റൽ കണ്ടീഷൻ, അത് ആറ്റിറ്റ്യൂഡ് ബേസ്ഡ് ആണ് നമ്മുടെ മനോവീര്യം വരാന്ന് പറയുന്നത് അല്ലെ. Morale is a mental condition or attitude of individuals and group that determine their readiness to cooperate. ഒരു ജോലിയിൽ നമ്മൾ എത്രത്തോളം വില്ലിംഗ് ആണെന്നോ അല്ലെങ്കിൽ എത്ര സഹകരണ മനോഭാവത്തോടെ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എന്ത്? എംപ്ലോയീസ് മൊറൈൽ. നമ്മള് കുറച്ച് ഓരോ ഓർഗനൈസേഷനൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എന്താണ് അവർ വർക്ക് ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. ഒരു കൂട്ടത്തോടെ അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ തമ്മിൽ തന്നെ ഒരു കോർഡിനേഷൻ ഉണ്ടാവും, കോർപ്പറേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അതെന്താണ്? വളരെ കോൺഫിഡൻസ് ആയിട്ടാണ് അവരോട് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു മനോവീര്യം കാണാൻ സാധിക്കും, അത് ഫീൽ ചെയ്യാൻ പറ്റും അല്ലെ. അവർ കാണിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി എന്താണ് ഒരു ഗുഡ് മൊറൈൽ എന്ന് പറയുന്നത്? നല്ലൊരു മനോവീര്യം എന്ന് പറയുന്നത് എന്താണ്? Good morale is evidenced by employees' enthusiasm, voluntary conformance with the regulations and orders, and readiness to cooperate with others to accomplish of an organization objectives. ഒരു നല്ലൊരു മനോവീര്യം എന്തിനെ സൂചിപ്പിക്കുന്നു? അതായത് ഒരു ജീവനക്കാരൻ തന്റെ എല്ലാ നിയന്ത്രണങ്ങളും ഉത്തരവാദിത്തങ്ങളും സ്വമേധയാ ഏറ്റെടുക്കും അല്ലെ. അതൊക്കെ തയ്യാറാവണം. അയാള് പേഴ്സണലി ആള് റെഡി ആവുന്നതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കും, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ആള് എങ്ങനെ പ്രവർത്തിക്കുന്നു? നല്ല സഹകരണ മനോഭാവത്തോടു കൂടി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ ഗുഡ് മൊറൈൽ എന്ന് പറയുന്നത്. അതായത് നല്ലൊരു മനോവീര്യം നമ്മൾ എങ്ങനെ കാണും? അയാൾ നല്ല രീതിയിൽ കോൺഫിഡൻസ് ആയിട്ട്, അല്ലെങ്കിൽ നല്ല വോളണ്ടറി ആയിട്ട് എല്ലാ റെഗുലേഷൻസ് ഒക്കെ അനുസരിച്ച് കൊണ്ട് റെഡി ആയിട്ട് കോപ്പറേറ്റീവ് ആയിട്ട് ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗുഡ് മൊറൈൽ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ എംപ്ലോയീസ് മൊറൈൽ എന്താണെന്ന്? ക്ലിയർ ആണോ? ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. എംപ്ലോയീസ് ഗ്രീവൻസ്. ഇപ്പൊ നമ്മളിപ്പോ പഠിച്ചത് ജീവനക്കാരുടെ മനോവീര്യത്തെ കുറിച്ചിട്ടാണ് അല്ലെ. നമ്മൾ എവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് കോപ്പറേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് അവിടെ സക്സസീവ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഓക്കെ, യെസ്. ഇനി നമ്മൾ നോക്കുന്നത് എംപ്ലോയീസ് ഗ്രീവൻസസ് ആണ്. അതായത് ഗ്രീവൻസ് എന്ന് പറയുന്നത് എന്താണ്? പരാതികൾ അല്ലെ. എംപ്ലോയീസിന്റെ പരാതികൾ. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമ്മൾ എംപ്ലോയീസ് ജീവനക്കാരുടെ പരാതികളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കുന്നത്. എ കംപ്ലൈന്റ് ദാറ്റ് അഫക്ട്സ് വൺ ഓർ മോർ വർക്കേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഗ്രീവൻസ്. നമ്മള് ജീവനക്കാരുടെ പരാതികളായിട്ട് കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നോ അതിൽ കൂടുതലോ ജീവനക്കാർ അത് ഒരു കാര്യത്തെ കുറിച്ചിട്ട് സൂചിപ്പിക്കുന്നതിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കും? അതിനൊരു പരാതിയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും അല്ലെ. വൺ ഓർ മോർ വർക്കേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ഗ്രീവൻസ്. ഒന്നോ അതിൽ കൂടുതലോ ജീവനക്കാർ നൽകുന്ന കംപ്ലൈന്റ്സിനെ നമ്മൾ അതൊരു പരാതിയായിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യും. ഓക്കെ, അടുത്തത് എന്താണ്? കംപ്ലൈന്റ് ബിക്കം എ ഗ്രീവൻസ് വിത്ത് ഹിസ് ഡിസ്കണ്ടന്റ് which is mostly associated with work is brought to the notice of the management. ഇനി അടുത്ത പരാതി ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? അടുത്ത പരാതി എന്തിൽ അസോസിയേറ്റ് ചെയ്തതാണ്? വർക്ക് റിലേറ്റഡ് ആയിട്ട് അല്ലെ. വർക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങള് മാനേജ്മെന്റിന്റെ നോട്ടീസ്, അതായത് മാനേജ്മെന്റിന്റെ എന്താ പറയാ, സോറി, brought to the notice of the management. അതായത് ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഏതെങ്കിലും പരാതികള് മാനേജ്മെന്റിന്റെ നേതൃത്വത്തിലേക്ക് അറിയിക്കാൻ പറ്റുന്നതും ഏതിൽ ഉൾപ്പെടുന്നതാണ്? എംപ്ലോയീസിന്റെ ഗ്രീവൻസ്, പരാതിയുമായി ബന്ധപ്പെടുന്നത്. മൂന്ന് രീതിയിലാണ് നമ്മൾ
ഒന്ന് ശ്രദ്ധിച്ചേ, 3 രീതിയിലാണ് നമ്മൾ പരാതികൾ പറയുന്നത്. ഒന്ന്, ഒരു ഓർഗനൈസേഷനിലെ ഒന്നോ അതിൽ കൂടുതലോ ജീവനക്കാർ കൊടുക്കുന്ന പരാതികൾ. രണ്ടാമത്തെ എന്താണ്, വർക്ക് അസോസിയേറ്റഡ് ആണ്, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന വർക്കുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ മാനേജ്മെന്റിനെ അറിയിക്കുന്നത്, അത് മറ്റൊരു പരാതിയാണ്. മൂന്നാമത്തെ എന്താണ്, എ ഗ്രീവൻസ് ഇസ് എ റിട്ടൺ കംപ്ലൈന്റ് ഫീൽഡ് ബൈ ആൻ എംപ്ലോയീസ് ക്ലെയിമിംഗ് അൺഫെയർ ട്രീറ്റ്മെന്റ്. ഇനി അടുത്ത പരാതി നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? ഒരു ഉദ്യോഗസ്ഥൻ രേഖാമൂലം നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും. എങ്ങനെയാണ്, ഏത് സിറ്റുവേഷൻസിലാണ് നമ്മൾ റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കുന്നത്? ബൈ ആൻ എംപ്ലോയി ആൻഡ് ക്ലെയിമിംഗ് അൺഫെയർ ട്രീറ്റ്മെന്റ്. എന്താണ് അൺഫെയർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ? എന്താണ്, മോശമായ രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ബിഹേവിയർ കാണിച്ചാൽ, അല്ലെങ്കിൽ അൺഫെമിലിയർ ആയിട്ട് അല്ലെങ്കിൽ ക്ലെയിമിംഗ് ആയ രീതിയിലുള്ള ഒരു അൺഫെയർ ട്രീറ്റ്മെന്റ് തന്നാലും നമ്മൾ എന്ത് ചെയ്യും? ആ രീതിയിൽ നമുക്ക് പരാതി കൊടുക്കാനായിട്ട് സാധിക്കും. 3 രീതിയിലാണ്. ഒന്നോ അതിൽ കൂടുതൽ വർക്കേഴ്സിന്റെ പരാതി നമ്മളൊരു ഗ്രീവൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും. പിന്നെന്താണ്, വർക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്ന പരാതികൾ. പിന്നെന്താണ്, റിട്ടേൺ കംപ്ലൈൻസ്. റിട്ടേൺ കംപ്ലൈൻസ് എന്തുമായി ബന്ധപ്പെട്ടാണ്? ഏതെങ്കിലും എംപ്ലോയീസിന്റെ എന്തെങ്കിലും മോശമായിട്ടുള്ള ബിഹേവിയേഴ്സോ അല്ലെങ്കിൽ അപമര്യാദയായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പെരുമാറ്റങ്ങളോ എന്തുമാവാം. അത്തരം രീതിയിലുള്ള കംപ്ലൈൻസുകൾ നമ്മൾ ഒരു റിട്ടേൺ കംപ്ലൈൻസ് ആയിട്ടാണ് സൂചിപ്പിക്കുന്നത്. 3 രീതിയിലാണ് പ്രധാനമായിട്ടും എംപ്ലോയീസിന്റെ പരാതികൾ വരുന്നത്. ഓക്കെ, യെസ്. ഇനി ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരം പരാതി വരാനുള്ള കാരണങ്ങൾ, ഏതൊക്കെ കാരണങ്ങളാണ് നമുക്ക് പരാതികൾ വരുന്നത്? ടിപ്പിക്കൽ എക്സാമ്പിൾസ് ഓഫ് വർക്കേഴ്സ് ഗ്രീവൻസസ് ആണ് ഈ പ്രധാന കാരണങ്ങൾ. ഇത് 3 കാറ്റഗറിയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഈ 3 കാറ്റഗറി അനുസരിച്ച് നമുക്ക് പരാതി വരും. ഇനി എക്സാമ്പിൾസ് സഹിതം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? പ്രധാനമായിട്ടും റിഗാർഡിംഗ് വേജസ്, അല്ലെ, എംപ്ലോയീസിന്റെ പ്രധാന പ്രശ്നമാണത് സാലറി, അല്ലെ, സാലറിയുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതികള്. റിഗാർഡിംഗ് സൂപ്പർവിഷൻ, അവർ സൂപ്പർവൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുന്ന ആളിൽ നിന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ള പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ മോശമായിട്ടുള്ള അനുഭവങ്ങൾ, അതൊക്കെ എന്താണ്, അതൊരു പരാതിയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. റിഗാർഡിംഗ് ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ്. റിഗാർഡിംഗ് ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ് എന്താണ്? എന്തെങ്കിലും വ്യക്തിഗതപരമായിട്ടുള്ള പുരോഗതിയെ സംബന്ധിച്ചിട്ടുള്ള പരാതികൾ, അതായത് ഓരോ എംപ്ലോയീസ്, ഓരോ ഇൻഡിവിജ്വൽസിനും റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട പരാതികൾ. ഓക്കെ, അടുത്തത് എന്താണ്? ജനറൽ വർക്കിംഗ് കണ്ടീഷൻസ്. ജനറൽ വർക്കിംഗ് കണ്ടീഷൻ എന്താണ്? പൊതുവായിട്ടുള്ള ജോലി സാഹചര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റ്സുകൾ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു പരാതിയായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ കളക്റ്റീവ് ബാർഗൈനിങ്. എന്താണ് കളക്റ്റീവ് ബാർഗൈനിങ്? കൂട്ടായ വിലപേശൽ. അത് എന്തുമായി റിലേറ്റ് ചെയ്ത് വരുന്നു? കളക്റ്റീവ് ബാർഗൈനിങ്. കളക്റ്റീവ് ബാർഗൈനിങ് എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് വരുന്നത്? സാലറീസുമായിട്ട്, അല്ലെ, വേജസുമായി ബന്ധപ്പെട്ടാണ് കളക്റ്റീവ് ബാർഗൈനിങ്, കൂട്ടായ വിലപേശൽസ് വരുന്നത്. ഇതൊക്കെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് പരാതിയുടെ. ഒരു എംപ്ലോയീസ് പരാതി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഒന്ന് വേജസുമായി ബന്ധപ്പെട്ട്, സൂപ്പർവിഷനുമായി ബന്ധപ്പെട്ട്, പിന്നെ ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ്, അതായത് വ്യക്തിഗത പുരോഗതിയുമായി സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, വർക്കിംഗ് കണ്ടീഷൻസിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, കളക്റ്റീവ് ബാർഗൈനിങ് തരത്തിലുള്ള സാലറി വേജസുമായി ബന്ധപ്പെട്ടുള്ള കൂട്ടായ വിലപേശലുമായിട്ടുള്ള കാരണങ്ങൾ. ഇത്തരം കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു എക്സാമ്പിൾസ് ആണ് ഇത്. മാത്രമല്ല ഒട്ടനവധി കാരണങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, യെസ്. When the grievance redressal machinery works effectively, it is satisfactorily resolved most of the disputes between labor and management. അപ്പോ ഈ എംപ്ലോയീസിന്റെ എല്ലാ പരാതികളും ഇതൊക്കെ മാറ്റി കൊടുക്കുന്ന, അല്ലെങ്കിൽ ഈ പരാതികളൊക്കെ പരിഹരിക്കുന്നത് ആരാണ്? ഗ്രീവൻസ് റെഡ്രസൽ മെഷീനറിയാണ്, അല്ലെ. ഗ്രീവൻസ് അതായത് പരാതി പരിഹാര യന്ത്രമാണ് ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ എംപ്ലോയീസിന്റെയും കംപ്ലൈൻസുകൾ, അല്ലെ. അതായത് തൊഴിലാളികൾ, മാനേജ്മെന്റ്, ലേബർ ആൻഡ് മാനേജ്മെന്റ് നടക്കുന്ന എല്ലാ തർക്കങ്ങൾക്കുള്ള പരാതികൾക്കുള്ള പരിഹാരം നിർണ്ണയിക്കുന്നത് ആരാണ്? ഗ്രീവൻസ് റെഡ്രസൽ ആണ് കേട്ടോ. അവരാണ് അതിനുള്ള എല്ലാ പരിഹാരങ്ങളും നിർണ്ണയിക്കുന്നത്. ഓക്കെ, എല്ലാവരും തൃപ്തികരമായിട്ട്, വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ട്, അല്ല, ഏതൊക്കെ എംപ്ലോയീസ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ എന്താണ്, ലേബറും മാനേജ്മെന്റുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും വളരെ വ്യക്തതയോടുകൂടിയും വളരെ സംതൃപ്തിയോടും കൂടി എന്താണ് ആ പരാതികൾക്കുള്ള പരിഹാരം അവിടെ കണ്ടെത്തും. ഓക്കെ, യെസ്, മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആണോ? ക്ലിയർ ആണ് അല്ലെ? ഇപ്പൊ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ.
അടുത്ത നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് എടുക്കുള്ളൂ കേട്ടോ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇത്രത്തോളം തന്നെ വലിയ ചാപ്റ്റർ ആണത്. നെക്സ്റ്റ് മന്തോടുകൂടി നമ്മുടെ ക്ലാസ് ഒക്കെ കംപ്ലീറ്റഡ് ആവും. പിന്നെ എക്സാം ആണ്. അപ്പൊ ഇന്ന് എടുത്ത ഭാഗങ്ങൾ നന്നായിട്ട് വായിക്കുക കേട്ടോ. മോട്ടിവേഷൻസ് തുടങ്ങി ഡിഫൻസസ് വരെയുള്ള ഭാഗങ്ങൾ പഠിക്കുക. യെസ്, ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് ഒന്ന് ചോദിച്ചോട്ടെ. ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ മോട്ടിവേഷന്റെ എക്സാമ്പിൾസ് ഒന്ന് പറയാമോ? ശ്രുതി money, wages and salaries, bonus, profit sharing, leave with pay, medical reimbursement. Okay, yes. Thank you. Very good. Next, non-financial motivators le 2 point എന്ന് ആരെങ്കിലും ഒന്ന് പറയാമോ? 2 point. ഹെഡ് പോയിന്റ്സ് മാത്രം പറഞ്ഞാൽ മതി. അഞ്ജന ശങ്കർ. Yes, miss. Appreciable price and prestige, status and pride. Okay, sure. Thank you. Okay. What is job enlargement? Job enlargement എന്താണ്? ആര് പറയാം? It is the process to increasing the completion of the job with the view and applying to the high order needed to workers. The job enlargement is horizontal. മനസ്സിലായത് പറഞ്ഞാൽ മതി, വായിക്കണ്ട. എനിക്ക് മനസ്സിലായത് പറഞ്ഞാൽ മതി മലയാളത്തിൽ. ജോബിനെ ഉയർത്തുക, വിപുലീകരിക്കുന്നതിന്, തൊഴിൽ നല്ല രീതിയിൽ വിപുലീകരിച്ച് അതിനെ ഒന്നുകൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിനെ നമ്മൾ എൻലാർജ് ചെയ്യുന്നതിനെയാണ് ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ജോബ് റൊട്ടേഷൻ ആര് പറയാം? ജോബ് റൊട്ടേഷൻ എന്താണ്? നിമ്മി ജോസ്. ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് എംപ്ലോയീസിനെ മാറ്റണം, അതായത് സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാനായിട്ട് ഇതിലൂടെ സാധിക്കും. Okay, very good. Okay. Then job enrichment. Job enrichment എന്താണ്? അനുശ്രീ, അനു. ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ എല്ലാവരും പൊയ്ക്കളഞ്ഞോ? ഇല്ലല്ലോ. What are the cases of grievances? പരാതികളുടെ പ്രത്യേക കാരണങ്ങൾ എന്തൊക്കെയാണ്? എക്സാമ്പിൾസ് ഒന്ന് പറയാമോ? ശരണ്യല്ല, ഒന്നുകൂടി പറയൂ. ശരണ്യ ഒരു പ്രാവശ്യം പറഞ്ഞല്ല. അഞ്ജലി ഒന്ന് പറയോ? കേസസ് ഓഫ് ഗ്രീവൻസസ് ഏതൊക്കെയാണ് എക്സാമ്പിള്? ശ്രുതി. Causes of grievance ആണ് മാഡം. അതെ. റിഗാർഡിംഗ് വേജ്, സാലറിയെ ബന്ധപ്പെട്ട പരാതികള്, സൂപ്പർവൈസ് ചെയ്യുന്ന ആളുടെ അടുത്ത് നിന്നുള്ള എന്തെങ്കിലും മിസ്ബിഹേവിയർ ഉണ്ട് അങ്ങനത്തെ പരാതികള്, വ്യക്തിപരമായ പുരോഗതികൾ ഉൾപ്പെടുന്ന പരാതികള്, ജോലി സാഹചര്യങ്ങളിലെ പരാതികള്, പിന്നെ കൂട്ടായ വിലപേശൽ, സാലറിയുമായിട്ട് ബന്ധപ്പെട്ട വിലപേശൽ. ഇതിനൊക്കെ പരിഹാരം കാണുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? എംപ്ലോയീസിന്റെ പരാതികളിലെ Grievance redressal. Grievance redressal machine. Okay, thank you. Left ആയിക്കോളൂ കേട്ടോ. Thank you, miss. Thank you. Have a nice day. Thank you, miss.